പ്രാവശ്യം പറയട്ടല്ലേ, ഇതുപോലെ ഗ്യാസിൽ എന്തെങ്കിലും വെച്ചിട്ട് ഓഫാക്കാതെ പോകരുതെന്ന്. ഇത് കണ്ടില്ലേ, ഇപ്പൊ മുഴുവൻ വൃത്തികേടായില്ലേ. സോറി അച്ഛമ്മ. എന്തോന്നും സോറി പറഞ്ഞാലും കേൾക്കില്ല, ഒന്നുമില്ല. അറിയാതെ പറ്റിയതല്ലേ. മാറിയേക്ക, അറിയാണ്ട് പറ്റിയത്. ഓ പിന്നെ അച്ഛമ്മയെ കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെന്താ നീ നേരത്തെ പറയാഞ്ഞ? അതെങ്ങനാ, രാവിലെ മുഴുവൻ കലിതുള്ളി നിൽക്കുമല്ലേ. ഓ പിന്നെ അച്ഛമ്മയുടെ കൈപ്പിടുത്തിന്റെ മുന്നേ ഞാൻ തോറ്റു പോകത്തില്ലേ. നീ ഒട്ടും മോശമല്ല. ഞാൻ ശിവാനി, ഇതാണ് എന്റെ അച്ഛമ്മ കേട്ടോ. അച്ഛമ്മേ തുടങ്ങിയാലോ? പിന്നെന്താ. വെൽക്കം ടു എക്സോ ആന്റിബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് കോ പവർഡ് ബൈ ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡർ. പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ്, മാജിക്കൽ ടേസ്റ്റ്. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. ഇലക്ട്രോണിക്സ് പാർട്ണർ പിട്ടാപ്പിളി ഏജൻസീസ്. the most trusted name in TV, mobiles and appliances. അച്ഛമ്മ, ഇന്ന് രേഖാന്റെ മോനും ആണല്ലോ വരുന്നേ. അവിടെ കഴിക്കാൻ ഇഷ്ടം എന്താ? മോൻ പറഞ്ഞു അവന് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് കപ്പ ഉണ്ടാക്കാം, ചിക്കനും അങ്ങ് ഉണ്ടാക്കാം. ഞാൻ വിചാരിച്ചേ ചിക്കൻ അങ്ങ് പൊള്ളിച്ചാലോ. കരിമീൻ പൊള്ളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പുതിയ ഐറ്റം ആണെന്ന് തോന്നുന്നു. എടി അതുപോലെ തന്നെ ചിക്കനും പൊള്ളിക്കാം. ഞാനേ എന്തായാലും അത് ഉണ്ടാക്കി വെക്കാം, നീ വേഗം പോയിട്ട് റെഡി ആയിട്ട് വാ. ഓക്കേ. എടി നിനക്കിത് വേണ്ടേ? അയ്യോ മറന്നു. താങ്ക് യു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ നല്ല കപ്പ എരിശ്ശേരിയാണ്. നല്ല വേവുന്ന ഒരു കപ്പയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യൂട്ടൻസിലിൻ്റെ കടായിലാണ് വേവിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെയാണ്. ഞാനിതിൽ തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയുള്ളിയുണ്ട്, അതുപോലെ വെള്ളുള്ളിയുണ്ട്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, പിന്നെ നമ്മൾ എപ്പോഴും ചേർക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം ജീരകവും കൂടെ. ഇതെല്ലാം കൂടെ നല്ല അരച്ചിട്ട്, സാധാരണ നമ്മൾ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പം ഒന്ന് ചതച്ചൊക്കെയല്ലേ ഇടുക, ഇത് നല്ല അരയ്ക്കണം. ഞാൻ ഉപയോഗിക്കുന്ന മിക്സി ആറ്റൻബർഗിൻ്റെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല നാടൻ കല്ലിൽ അരച്ചിട്ട് നമ്മൾ വയ്ക്കില്ലേ, അതിനൊരു പ്രത്യേക സ്വാദല്ലേ. അപ്പോൾ അതേ സ്വാദ് തന്നെയാണ് നമ്മുടെ ഈ മിക്സിയിൽ അരയ്ക്കുമ്പോൾ കിട്ടാനുള്ളത്. മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ജീരകം, പച്ചമുളക് ഇട്ടതുകൊണ്ട് മുളക് പൊടിയുടെ ആവശ്യമില്ല, കുറച്ച് വെള്ളം, കണ്ടോ. നമ്മൾ സാധാരണ മിക്സിക്കാണെങ്കിൽ എപ്പോഴും കൈയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണം. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. നല്ല ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിനുള്ളത്. ഇത്ര പെട്ടെന്നാണ് നോക്ക് എല്ലാം അരഞ്ഞു കഴിഞ്ഞു. നല്ല വെണ്ണ പോലെ അരഞ്ഞു എന്നൊക്കെ പറയില്ലേ പണ്ടത്തെ ആൾക്കാർ. ഇതാ കേട്ടോ, ഇതൊന്നിങ്ങനെ ഒന്നാക്കി കൊടുക്കുക. ഇത്തിരി അങ്ങോട്ട് വറ്റണ്ട, നമ്മളൊരു ഇത്തിരി ഇതിലിരിക്കണം. ഇതിൽ നമ്മൾ കടുക് വറുക്കുമ്പം കറിവേപ്പില ഇടും, എന്നാലും ഇതിൽ വേണമെങ്കിൽ 2 എണ്ണം കൂടി ഇട്ടാലും നല്ലൊരു മണമൊക്കെ കിട്ടും നമുക്ക്. ഇനി ഞാനിത് ഓഫ് ചെയ്യാം. ഞാൻ പറയണതൊക്കെ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ചാലക്കുടിക്കാരിയാണ്. ഇത്തിരി സ്പീഡ് കൂടുതലാണ്, കുറയ്ക്കാൻ നോക്കാം കേട്ടോ. പതുക്കെ കുറച്ച് തരാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കടുക് വറുത്തില്ല അല്ലേ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക്, കറിവേപ്പില, അതുപോലെ ചെറിയുള്ളി, വറ്റൽമുളക് ഇതും കൂടെ വേണം വറുത്തിടാനായിട്ട്. കുറച്ച് കടുക് എടുത്തു. ഇനി ഉള്ളി ഇടാൻ പോവാണ്. വറ്റൽമുളക്, ഇനി കറിവേപ്പില. എന്തായി റെഡി
റെഡിയായി. ഇനി ഇതൊന്ന് വറുത്തിട്ടാൽ മതി. ഞാനിത് കപ്പ വേവിക്കുമ്പോഴാണ് ഉപ്പിട്ടത്. ഇനി അതിന് ശേഷം നമ്മൾ മസാലയൊക്കെ ഇട്ടല്ലോ, അതായത് തേങ്ങയൊക്കെ അരച്ച് ചേർത്തല്ലോ. അപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് അറിയണമല്ലോ. ഒന്ന് നോക്കിക്കേ. ഇല്ല എങ്ങനെയുണ്ട്? അടിപൊളി. അച്ഛമ്മ, ചിക്കൻ പൊള്ളിക്കാൻ എന്തൊക്കെ വേണം? ആദ്യം തന്നെ ചിക്കൻ. ഓക്കെ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതൊക്കെ കൂടെ ഒന്ന് പുരട്ടി വെക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. 1 സ്പൂൺ വേണോ? പിന്നെ 1 സ്പൂൺ മുളക് പൊടി. 1 സ്പൂൺ മുളക് പൊടി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. ഞാൻ ഒഴിക്കാം. ഒഴിച്ചോ. അച്ഛൻ വിളക്കിക്കോളൂ. മതി. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് പെരട്ട്. ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ അതെല്ലാം പിടിക്കും ഇതിലേക്ക്. ഇതിങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. അപ്പം എന്തായാലും ഇതൊന്നും ഇവിടെ ഇരിക്കട്ടെ 5 മിനിറ്റ്. അപ്പോഴേക്കും പോയി കയ്യൊക്കെ ഒന്ന് കഴിയിട്ട് വരാം. ഓക്കെ. ചിക്കൻ റെഡി ആയല്ലോ. ഇനി നമുക്ക് പാൻ വെച്ച്. ഇതച്ചമ്മയുടെ പുതിയ ഐറ്റം അല്ലേ, യൂട്ടൻസിൽ അല്ലേ? ഇനി പച്ചമ്മയുടെ കുക്കിംഗ് ഈസി പീസി ആയല്ലോ. പിന്നല്ല, നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന നെയ്യാണ്. മിൽമയുടെ നെയ്യാ? മിൽമയുടെ നെയ്യ്. നെയ്യ് ഒഴിക്കുമ്പോൾ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ നല്ല മണവും നല്ല രുചിയും ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ പറയാറില്ലേ കേരളം കണി കണ്ടുകൊണ്ടിരുന്ന. ഇതിലേക്ക് നമ്മൾ പതുക്കെ ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക. ഇതിവിടെ ഇരുന്നിങ്ങനെ നന്നായിട്ട് വെന്ത് വരണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വീണ്ടും മസാല ഇടണം. അപ്പം അതിന് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി കണ്ട, പിന്നെ തക്കാളി, പിന്നെ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ മല്ലിയില. ഓക്കെ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ വേണം, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം, ഒരു ഇത്തിരി ഉപ്പും കൂടെ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നരച്ചെടുക്കണം. മസാല റെഡിയായി ആയിക്കൊണ്ടിരിക്കാം. സാധാരണ ഞാൻ കരിമീൻ പൊളിച്ച് കഴിച്ചിട്ടുള്ളത് വാഴയില് മൂടി കെട്ടി അടിപൊളിയായിട്ടാ. ഇതിനങ്ങനൊന്നുമില്ലേ? ഇതിനും വാഴയില വേണം. ഇതും വാഴയിലൊക്കെ മൂടി കെട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. വാഴയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? കൊള്ളാലോ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചോറൊക്കെ ഇങ്ങനെ വാഴയിലയിൽ വാട്ടിത്തരും. അത് ഭയങ്കര സ്വാദാണ് ആ ചോറിനൊക്കെ. എനിക്ക് ഒരു ദിവസം ചെയ്തു തരുമോ? നമുക്ക് തെച്ചു ഞാൻ സ്കൂളിൽ കൊണ്ട് പിള്ളേരെ കാണിച്ചു കൊടുത്തിട്ട്. ഞാൻ ഒരു ദിവസം വാഴയില ഉണ്ടാക്കി തരാം. എങ്ങനെ മനസ്സിലാവും ശരിക്കും ആയിന്ന്? അത് ഇത് കണ്ടില്ലേ, കളർ മാറിയണ്ടില്ലേ, പച്ച കളർ മാറിയിട്ട് വരുന്നണ്ട, ഡാർക്കായി വരും. പിന്നെ ഇതെന്താണെന്നറിയോ, നമ്മളെങ്ങനെ മടക്കിയാലും മടങ്ങി വരും. കീറ് വരത്തില്ല. ഇല്ല, മറ്റേത് നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുകയല്ലേ. ഇപ്പം ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. കൊള്ളാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ചില്ലേ അതിലേക്ക് ഞങ്ങൾ വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ മസാല അല്ലേ നമ്മൾ ഇതിലേക്കാണ് ഇടുന്നത്. മസാല ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകണമല്ലോ. ഒന്ന് വെള്ളം ഇതൊക്കെ ഒന്ന് വറ്റി ആ നെയ്യും ആ എണ്ണയും എല്ലാം ഇതിലേക്ക് ഒന്ന് പിടിച്ച് ഒന്ന് ലെവലായി കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു വെച്ച തേങ്ങാപ്പാലിന് അതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തൊരു വണ്ടിയുടെ ഒച്ച കേൾക്കുന്നേ, അവർ വന്നു എന്നാ തോന്നുന്നേ. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇത് റെഡിയായി വരികയാണ്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് വാഴയിലയിലൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ വാഴയിലയിൽ വെച്ചിട്ട് നമ്മൾ ആ മസാലയൊക്കെ കൂടെ അതിന് മുകളിലേക്ക് വെച്ച് നന്നായിട്ട് വാഴയില ചുറ്റി എടുത്ത് വയ്ക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് പിടിച്ചിരിക്കും അതിലേക്ക് മസാലയൊക്കെ. ഇപ്പം നമ്മുടെ ചിക്കൻ വാഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എല്ലാ ഗ്രേവിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നേരെ എടുത്ത് വീണ്ടും ഒന്നുകൂടെ ചട്ടിയിലേക്ക് വെച്ച് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് റെഡിയായി. എക്സോ ആൻറ്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ ഹെൽത്തി റെസിപ്പി കോൺടെസ്റ്റിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്കും ഇതാ ഒരു സുവർണ അവസരം. നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ഹെൽത്തി റെസിപ്പി താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ ഞങ്ങൾക്ക് അയച്ചു തരിക. കുട്ടികളുടെ പ്രായം 4-നും 14-നും ഇടയ്ക്ക്.
കൂടുതൽ വിവരങ്ങൾക്കായി സൂര്യ TV-യിലെ സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കുക. ഹലോ ശിവാനി, വെൽക്കം. ഹലോ ഹലോ, ഇരിക്കും. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. മോക്ക് എന്തുണ്ട് വിശേഷം? അടിപൊളി. അല്ല, മോന്റെ പേരെന്തായിരുന്നു? അയാൻ എത്രയല്ലേ ഇപ്പൊ എയ്ത്തില് എവിടെയാ പഠിക്കുന്നത്? ക്രൈസ്റ്റ് നഗർ ഇന്റർനാഷണൽ. ട്രിവാൻഡ്രം അല്ലേ? ആള് പഠിക്കാൻ എങ്ങനെയാ? നന്നായിട്ട് പഠിക്കും. കൂടെ ഇരുത്തി പഠിപ്പിക്കൊന്നും വേണ്ട അല്ലേ? ഇല്ലില്ല, അത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. തന്നെ പഠിച്ചോളും. ചേച്ചി അച്ഛമ്മ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? പിന്നല്ലാതെ അച്ഛമ്മ പറയാറുണ്ട്. ആ, എന്നിട്ട് അച്ഛൻ എന്ത്? അയ്യോ, ഞാൻ വിളിക്കാൻ മറന്നു. അച്ഛമ്മ അവര് വന്നു. ഭയങ്കര പാചകത്തില, സ്പെഷ്യലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക അവരൊന്ന്. ചേച്ചി കുറെ നാളായി കണ്ടിട്ട് അല്ലേ? ഞാൻ നിനക്കുള്ള ഫുഡ് റെഡിയാക്കായിരുന്നു. ആഹാ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു ചേച്ചി. ചേച്ചിക്ക് എന്തുണ്ട് വിശേഷം? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ വളരെ ചെറുപ്പത്തിലെ അമ്മ റോളൊക്കെ ചെയ്തു വന്നതല്ലേ? അച്ഛമ്മ അങ്ങനെ തന്നെയല്ലേ? അങ്ങനത്തെ റോള് മാത്രം അങ്ങനെ റോൾ ചെയ്യാൻ ഇഷ്ടമാണോ അതോ? അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്നത് ഏതാണോ അത് നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം ഞാൻ അമ്മ വേഷമാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ മനസ്സിൽ ആ അമ്മയാണ് നായിക. ശിവാനി എടുക്കുമ്പോൾ സീരിയലോ അല്ലെങ്കിൽ സിനിമയോ എടുക്കുമ്പോൾ എന്നെ വിളിക്കണം. അപ്പൊ എന്നെ അമ്മ വേഷത്തിൽ വിളിക്കരുത്. ഇല്ല, അപ്പൊ ഞാൻ എന്റെ ചേച്ചിക്കുട്ടിയായിട്ട് വിളിക്കും. പോരെ? ഉറപ്പായിട്ടും. നീ ഇങ്ങനെ കത്തി വെച്ചോണ്ടിരുന്നാലോ? രാവിലെ പുറപ്പെട്ട് വന്നതാണ്. അച്ഛന് വിശക്കുന്നുണ്ടാവും ഇല്ല മോനെ? നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഷുവർ. ഇതെന്താ ഇത്? വാട്ടർമെലൺ ക്രഷ്. വാട്ടർമെലൺ ക്രഷ്. അമ്പിയേച്ചി വരാൻ പറഞ്ഞേച്ചി, ഇതാണോ ഞങ്ങൾക്ക് തരുന്നത്? ഇത് മാത്രല്ല, മോന് ഇഷ്ടപ്പെട്ട കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊള്ളിച്ചത്. അതൊന്നും അല്ല, ഇന്നത്തെ മെയിൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നയാ. അയാൾ ഞെട്ടോ. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നവരെ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ. ഇത് എന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ, മിൽമയുടെ മിൽക്ക് ചോക്ലേറ്റ്. അടിപൊളിയാണ്. ഇതൊക്കെ കഴിച്ച് ഈ ക്രഷ് കുടിച്ചിരിക്കുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഐറ്റംസ് ഇപ്പൊ റെഡി ആക്കി തരാം. കൊടുത്തു വിടുന്നേ? ഇഡ്ലി സാമ്പാർ. ഇഡ്ലി സാമ്പാർ കണ്ടു പഠിക്കും. ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. അച്ഛൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. സാമ്പാർ ആൻഡ് ഇഡ്ലി എപ്പോഴും ഫേവറേറ്റ് ആണ്. അത് കൊടുത്തു വിട്ടാൽ ലഞ്ച് ബോക്സ് എനിക്ക് തിരിച്ചു വരുമ്പോൾ അത് കാലിയായിട്ട് വരും. അല്ല ശിവാനി, നീ എന്താ ഉണ്ടാക്കാൻ പോണേ? നീ ഉണ്ടാക്കുന്ന അതിന് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അത്ര നാടനൊന്നുമല്ല, കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് ഇന്നോവേറ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഈ എല്ലാ വെജിറ്റബിൾസും കഴിക്കുന്ന പറഞ്ഞ് കേട്ട് മടുത്തു. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു പാൻ കേക്ക് ഉണ്ടാക്കാം. പാൻ കേക്ക് ഞാൻ ഇഷ്ടമുള്ള വിഭവമാണ് പാൻ കേക്ക്. ഇതൊരു പനീർ ഒലീവ് പാൻ കേക്ക് ആണ്. പനീർ ഇഷ്ടമാണോ? പനീർ ഇഷ്ടമാണ്. എന്തായാലും ഞാൻ എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് ഇപ്പം അമ്മ വർക്കിനൊക്കെ പോവുകയാണെങ്കിൽ നിനക്ക് ഈസി ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി റെസിപ്പിയാണ്. അയാൾ എന്തെങ്കിലും കുക്കൊക്കെ ചെയ്യോ? ഒക്കെ ചെയ്യും. എന്തൊക്കെ ഉണ്ടാക്കും? സാൻഡ്വിച്ചസ് ഉണ്ടാക്കും, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കും. ഉണ്ടോ? ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ചിക്കൻ ഫ്രൈ കഴിക്കും. ഉണ്ടാക്കും. എനിക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടാക്കാം. അതിനകത്തേക്ക് ഇതേ നമ്മുടെ വെജിറ്റബിൾ വെറൈറ്റീസ് എന്തൊക്കെ ഉണ്ട്? ഇതിനകത്ത് ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഒണിയൻ ഉണ്ട്, നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ട്, ക്യാപ്സിക്കം. ഓക്കെ, നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യണോ അതൊക്കെ ആഡ് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്യണേ. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, സോൾട്ട്, ഉപ്പ്. മെയിൻ ഇൻഗ്രീഡിയൻസ് രണ്ടെണ്ണം ചേർക്കാനുണ്ട്. ഒന്ന് നമ്മുടെ പനീർ. പനീർ ഭയങ്കര ഹെൽത്തി അല്ലേ? നമുക്ക് എന്തിലേക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാനും പറ്റും. ഈ പനീറിനോട് അപ്പൊ നോർത്ത് ഇന്ത്യൻ ഡിഷാണോ കൂടുതൽ ഉണ്ടാക്കുന്നത്? എല്ലാം ഉണ്ടാക്കും. പിന്നെ നമ്മൾ പലതും ഓൾട്ടർനേറ്റീവ്സ് ട്രൈ ചെയ്യും. അതായത് ചിക്കൻ ഇല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ അത്, അങ്ങനെ. ഇനി അതിലേക്ക് ഇത്തിരി ഒലീവ്സും കൂടെ ആഡ് ചെയ്യണം. ഒലിവ് ഭയങ്കര നല്ലതാണ് ഹെൽത്തിന് ആൻഡ് സ്കിന്നിനും, സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഒലിവ് നല്ലതാണ്. അങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഇനി പാൻ കേക്കിന് ആ ഒരു ബാറ്ററിന്റെ പാകത്തിലേക്ക് ഇതിനാക്കി എടുക്കണം. അപ്പോഴും നമ്മൾ മൈദ ഒന്നും യൂസ് ചെയ്യില്ല. നമ്മൾ അപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മൾ ബേസൻ പിന്നെ വീറ്റ് ഫ്ലവർ ഇത് രണ്ടുമാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഈ കുക്കിംഗ് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ. ബാക്കി പാത്രം കഴുകൽ പരിപാടികളൊക്കെ അച്ഛമ്മയുടെയാണേ. പിന്നെ അച്ഛമ്മയ്ക്കാണെങ്കിൽ എക്സോ ഉണ്ട്. അച്ഛമ്മ പറയുന്നത് ഞാൻ കഴുകിയാൽ ശരിയാവത്തില്ല. എക്സോ വെച്ചിട്ട് അച്ഛമ്മ തന്നെ കഴുകിയാലേ എല്ലാ പാത്രവും ക്ലീൻ ആയിരിക്കത്തുള്ളതാണ്. ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന എക്സോ ആണ്. നമ്മളിവിടെ എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെല്ല യൂസ് ചെയ്യുന്നത്. പാത്രം കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും. അതിലൊരു ബാക്ടീരിയ ഒരു അംശം ഒന്നും ഉണ്ടാവില്ല അല്ലേ? നല്ല ക്ലീൻ ആയിരിക്കും. ഇതേ നമ്മുടെ പൊടികള്. ഫസ്റ്റ് ബേസൻ ഫ്ലവർ ഒരു 2-3 സ്പൂൺ മതിയാവും കേട്ടോ.
അപ്പോൾ കടലമാവ് ഒരു 3 സ്പൂൺ, അതേപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി അത് ഒരു 3 സ്പൂൺ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇത്തിരി വെള്ളം എടുത്ത് തരുമോ? ഒഴിക്കട്ടെ. ഇത്തിരി മതിയേ. മതി 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 മതി. മതിയോ? ആ ധാരാളം. ചേച്ചി പണ്ട് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കായിരുന്നില്ലേ? ഇപ്പോഴും ഉണ്ടോ? അവൻ ചിരിക്കുന്നുണ്ട് കേട്ടാ. അതല്ല, നൈസിൽ പതുക്കെ അവൻ താത്തി പറഞ്ഞു ഇപ്പോഴും കഴിക്കും. കാരണം എൻ്റെ വീട്ടിനകത്ത് ഞാൻ പാട്ട് കേട്ടോ, ഞാൻ വീട്ടിനകത്ത് ഡാൻസ് കളിക്കാറുണ്ട്. ഇപ്പം പക്ഷേ പ്രോഗ്രാംസ് ആയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ആ ഒരു ടച്ച് നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് പോവില്ലല്ലോ. സോ അതുകൊണ്ട് എപ്പോൾ പാട്ട് കേട്ടാലും ഏത് സ്റ്റെപ്പ് കണ്ടാലും ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെ ഇത് കറക്റ്റ് ആ ഒരു പാകമായി കണ്ടോ. യൂട്ടൻസിലിന്റെ പാൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യാറ്. നമുക്കിട്ടല്ലോ ഇതിലോട്ട് ഇനി മിൽമയുടെ ഘീ ഒഴിക്കണം. മിൽമ കേരളം കണിയാണ്ടുണ്ടായിരുന്ന നന്മ. അത് തന്നെ. കുറച്ച് ഘീ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പാൻ കേക്കിന്റെ ആ ഒരു ഷേപ്പിലോട്ട് ആക്കി എടുക്കുക. അച്ഛമ്മയ്ക്കൊന്ന് മറച്ചിട്ട് തരുമോ? ഇത് ഫസ്റ്റ് ടൈം പാളിച്ചയാണ്. നെക്സ്റ്റ് ടൈം നമുക്ക് റെഡിയാക്കാം. ഞങ്ങൾ സഹിച്ചു. അല്ല, ഇതിനൊക്കെ വയസ്സായ ആൾക്കാർ വേണം പറഞ്ഞുതരാം. നെക്സ്റ്റ് ടൈം വരുമ്പോ നെക്സ്റ്റ് ടൈം ഞങ്ങൾ വരുമ്പോഴത്തേക്കും ശിവാനി പാനിന്നൊക്കെ സ്വൈപ്പ് ചെയ്തിരുന്നത് ഞങ്ങൾക്ക് കാണാം. അപ്പോഴേ ഇനിയും നിങ്ങൾ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ചമ്മന്ന് കാണണോ? വേണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങ് പൊക്കോളൂ. ഞാൻ പ്ലേറ്റിംഗ് ഒക്കെ റെഡിയാക്കി സെർവ് ചെയ്യാൻ പാകത്ത് നിങ്ങൾ കൊണ്ടുതരും. അപ്പൊ നിങ്ങൾ ഞെട്ടോ. ഓക്കെ, ഞെട്ടിക്കോ. ഞങ്ങൾ ഞെട്ടാൻ വേണ്ടി പോവാണ്. കൊണ്ടിരുമ്പോ തന്നെ ഞെട്ടണേ. ഉറപ്പായിട്ടും. നമ്മുടെ പനീർ ഒലീവ് പാൻകേക്ക് റെഡി. എന്നാലേ നമുക്ക് ആദ്യം കപ്പ വെക്കാം. ഇങ്ങനത്തെ കപ്പയും ചിക്കൻ പൊള്ളിച്ചതും കഴിക്കട്ടെ. ഇനി നമ്മുടെ ഹൈലൈറ്റ് ഓഫ് ദ ഡേ, ചിക്കൻ പൊള്ളിച്ചത്. മീൻ പൊള്ളിച്ചത് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ചിക്കൻ പൊള്ളിച്ചതെന്ന് കഴിച്ചു കേട്ടാ. നല്ല ഒരു ഫ്ലേവർ എനിക്കിങ്ങനെ തുറക്കുമ്പോൾ തന്നെ കിട്ടി. ഇത് കഴിച്ച് വയറ് നിറയ്ക്കല്ലേ കേട്ടോ, എന്റെ പാൻ കേക്ക് ബാക്കിയുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. ചിക്കൻ ഇഷ്ടമായ മോനെ? ചേച്ചി സൂപ്പർ, നൈസ്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി എന്റെ ആള് അപ്പിയറൻസിൽ അത്ര കിട്ടില്ല, ആയില്ലെങ്കിലും ടേസ്റ്റിന് ആൾ സീനാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇറ്റ്സ് വെരി ഫാന്റാസ്റ്റിക്. അപ്പൊ എന്തായാലും അതിന്റെ ലഞ്ച് ബോക്സിലേക്ക് ഇത് ഞാനും ന്യൂ റെസിപ്പി ആഡഡ് ഫ്രം ശിവാനി. യെസ്. ഫുഡെല്ലാം ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. പക്ഷെ നമ്മൾ വെറുങ്ങയോടെ വിടില്ല, നമ്മൾ കൈ നിറയെ ഗിഫ്റ്റ് ആയിട്ട് വിടത്തുള്ളൂ. എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെല്ലിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അച്ഛമ്മ കൊടുത്തോളൂ. ആന്റിക്കായിരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള. താങ്ക് യു. പിന്നെ നമ്മുടെ ആറ്റംബർഗിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ, പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ് മാജിക്കൽ ടേസ്റ്റ്. ഇത് മിൽമയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ്. കേരളം കണി കണ്ടുവരുന്ന നന്മ. താങ്ക് യു. നമ്മുടെ യൂട്ടൻസിലിന്റെ തവ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ ആണ്. യൂട്ടൻസിലിൽ കുക്കിംഗ് ഈസി പീസി. താങ്ക് യു സോ മച്ച്. മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായം, BB കായം. താങ്ക് യു. അടുത്തത് കൃഷിക്കാരിൽ നിന്നും കസ്റ്റമേഴ്സിലേക്കുള്ള ഓർഗാനിക് പ്രൊഡക്റ്റ്, എലമെന്റ് ഫെയർ ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു. അപ്പോൾ കിച്ചൺ സ്റ്റോറീസിലേക്ക് വന്നാൽ ഒരു വീട്ടിലേക്കുള്ള നിറയെ കിച്ചൺ ഐറ്റംസുമായിട്ട് പോകാം അല്ലേ? എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് കോ പവർഡ് ബൈ ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡർ, പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ് മാജിക്കൽ ടേസ്റ്റ്. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. ഇലക്ട്രോണിക്സ് പാർട്ട്ണർ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയത്ത് പുതിയ അതിഥികളും ഞങ്ങളുടെ അടിപൊളി അടുക്കള വിശേഷങ്ങളുമായി കിച്ചൺ സ്റ്റോറീസിലൂടെ ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. So till that, bye.